Hello everyone, it's me Kavya. Welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർഫോൾ മോഡലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ദ വാട്ടർഫോൾ മോഡൽ ഈസ് എ സീക്വൻഷ്യൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽ ഇൻ വിച്ച് ഈച്ച് ഫേസ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ മൂവിങ് ടു ദ നെക്സ്റ്റ് ഫേസ്. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിലാണ് വാട്ടർഫോൾ മോഡൽ മെയിൻലി പോകുന്നത്. അതായത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ആണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. അതായത് നമുക്ക് സ്റ്റെപ്സുകളൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അതൊരു കണ്ടിന്യൂസ് ഫ്ലോയിലാണ് പോവുള്ളൂ. ദ ഫ്ലോ ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് ലൈക്ക് എ വാട്ടർഫോൾ മൂവിങ് ഡൗൺവേർഡ്സ് ടു ഫേസസ്. അതായത് വാട്ടർഫോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു നെയിമിൽ തന്നെയുണ്ട് അതിൻ്റെ ഒരു മീനിങ്. അതായത് ഇത് താഴത്തേക്ക് ഇങ്ങനെ ഡൗൺവേർഡായിട്ട് ഓരോ സ്റ്റെപ്പ് വഴി ഫോളോ ചെയ്തായിരിക്കും പോകണം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് SDLC മോഡൽസ്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഒരു ഓൾഡസ്റ്റ് അതുപോലെ തന്നെ സിംപ്ലസ്റ്റ് ഫോമുമാണ് ഈ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. ഫേസസ് ഓഫ് വാട്ടർഫോൾ മോഡൽ, ഇതിൻ്റെ വാട്ടർഫോൾ മോഡലിൻ്റെ ഫേസസ് ഉണ്ട്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് മോസ്റ്റ്ലി എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ വാട്ടർഫോൾ മോഡലിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസിബിലിറ്റി സ്റ്റഡീസാണ്. ഫീസിബിലിറ്റി സ്റ്റഡി ഹെൽപ്സ് ടു ഡിസൈഡ് വെദർ ദ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ഈസ് പോസിബിൾ ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് സക്സസ്ഫുള്ളി. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് തന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രൊജക്റ്റ് നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൽ, അതായത് ഈ ഫീസിബിലിറ്റി സ്റ്റഡി വെച്ച് നമുക്കതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇറ്റ് ഈസ് ഡൺ ബിഫോർ സ്റ്റാർട്ടിങ് ദ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. അതായത് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് മുമ്പ് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ ഫീസിബിലിറ്റി സ്റ്റഡി. കാരണം ഈ ഫീസിബിലിറ്റി സ്റ്റഡി ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റീസ് ആർ: ഫസ്റ്റ് വൺ ടെക്നിക്കൽ ഫീസിബിലിറ്റി, സെക്കൻഡ് വൺ ഓപ്പറേഷണൽ ഫീസിബിലിറ്റി, തേർഡ് വൺ എക്കണോമിക് ഫീസിബിലിറ്റി, ഫോർത്ത് വൺ സ്കെഡ്യൂൾ ഫീസിബിലിറ്റി. അപ്പം നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ടെക്നിക്കൽ ഫീസിബിലിറ്റി. The required software and hardware are available for the development of the system. അതായത് നമുക്ക് ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസും ഹാർഡ്വെയർസും അവൈലബിൾ ആണോ എന്ന് നോക്കും. ദ പ്രൊജക്റ്റ് ടീം ഹാസ് ദ നെസസറി ടെക്നിക്കൽ നോളജ് ആൻഡ് സ്കിൽ ടു ബിൽഡ് ദ സിസ്റ്റം. അതായത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ടെക്നിക്കൽ നോളജും സ്കില്ലും പ്രൊജക്റ്റ് ടീമിനുണ്ടോ എന്ന് നോക്കും. അതാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഓപ്പറേഷണൽ ഫീസിബിലിറ്റി. ദ സിസ്റ്റം വിൽ ഇംപ്രൂവ് ദ കറണ്ട് മാനുവൽ പ്രോസസ് ആൻഡ് മേക്ക് ഇറ്റ് മോർ എഫിഷ്യൻറ്റ്. അതായത് സിസ്റ്റത്തിൻ്റെ ഒക്കെ ഒരു കറണ്ട് മാനുവൽ പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആണോ എന്നൊക്കെ നോക്കും. എൻഡ് യൂസർ വിൽ ബി ഏബിൾ ടു യൂസ് ദ സിസ്റ്റം ഈസിലി വിത്ത് ലിറ്റിൽ ഓർ നോ ട്രെയിനിങ്. അതായത് ഈ എൻഡ് യൂസേഴ്സിന് ട്രെയിനിങ് ഒന്നും ഇല്ലാണ്ട് ഈസിലി അവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ട്രെയിനിങ് ഒന്നും ഇല്ലാണ്ട് അവർക്ക് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നമ്മൾ നോക്കുകയാണ് ഓപ്പറേഷണൽ ഫീസിബിലിറ്റി. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ ഫീസിബിലിറ്റി. ദ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഈസ് ലോ ആസ് ഫ്രീ ഓർ ഓപ്പൺ സോഴ്സ് ടൂൾ ആർ യൂസ്ഡ്. സോഫ്റ്റ്വെയർസ് ഹൂസ് സോഴ്സ് code is freely available, allowing anyone to view, modify and distribute it for any purpose. അതായത് എക്കണോമിക്കൽ ഫീസിബിലിറ്റിയിൽ മെയിൻലി നമ്മൾ വരുന്നത് നമ്മൾ ആ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി അതിന് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ടൂൾസ് അവൈലബിൾ ആണോ നോക്കും. കാരണം ക്ലയൻസിൻ്റെ ബഡ്ജറ്റ് നമ്മൾ റേസ് ചെയ്യാണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്കണോമിക്കൽ ഫീസിബിലിറ്റി മെയിൻലി നോക്കണത്. ദ ബെനിഫിറ്റ്സ് ഓഫ് ദ സിസ്റ്റം സച്ച് ആസ് ടൈം സേവിങ് ആൻഡ് ഓട്ടോമേഷൻ ഔട്ട്വെയ് ദ ഓവർ കോസ്റ്റ്. അതായത് ഓവർ കോസ്റ്റ് ആവുന്നതിലൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മൾ ടൈം സേവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും എക്കണോമിക്കൽ ഫീസിബിലിറ്റീസ് നോക്കിയിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് എടുക്കണമെങ്കിൽ. അതായത് ഇപ്പോൾ കോസ്റ്റ് ഒരുപാടായി കഴിഞ്ഞാലും ക്ലയൻസിന് അത് ഒരു ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ എക്കണോമിക്കൽ ഫീസിബിലിറ്റി വെച്ചിട്ട് നമുക്ക് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ക്ലയൻസിന് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. നാലാമത്തേതാണ് സ്കെഡ്യൂൾ ഫീസിബിലിറ്റി. ദ പ്രൊജക്റ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്തിൻ ദ അക്കാഡമിക് ഡെഡ് ലൈൻ യൂസിങ് വാട്ടർഫോൾ മോഡൽ സ്റ്റെപ്സ്. അതായത് വാട്ടർഫോൾ മോഡൽ സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 1 ഇയറിനുള്ളിൽ നമുക്കിത്
ക്ലയൻറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ ഒരു ഡെഡ് ലൈനിൽ നമുക്ക് ഈ വാട്ടർഫോൾ മോഡൽ വെച്ചിട്ട് നമുക്ക് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നോക്കണം. ഈച്ച് ഫേസ് ഹാസ് എ ഫിക്സഡ് ടൈം ലൈൻ, മേക്ക് ഇറ്റ് ഈസി ടു മാനേജ് ആൻഡ് ട്രാക്ക് ദ പ്രോഗ്രസ്. അതായത് നമ്മുടെ ആ ഒരു ടൈം ലൈനിൽ തന്നെ നമുക്കത് ഫിക്സ് ചെയ്ത് ക്ലയൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ അവർക്ക് ഈസി ടു മാനേജ് ഓരോ പ്രോഗ്രസ്സും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റണ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് സ്കെഡ്യൂൾ ഫീസിബിലിറ്റിയിൽ നമ്മൾ പറയുന്നത്. ഇനി ഫസ്റ്റ് ഫേസസ് ആയിരുന്നു നമ്മുടെ ഫീസിബിലിറ്റി സ്റ്റഡി. രണ്ടാമത്തെ ഫേസാണ് റിക്വയർമെൻറ്റ് അനാലിസിസ്. ഗ്യാദർ ഓൾ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഫ്രം ദ ക്ലയൻറ്റ്. ക്ലയൻറ്റ് സൈഡിലുള്ള ഫങ്ഷണലായിട്ടും നോൺ ഫങ്ഷണലായിട്ടും റിക്വയർമെൻറ്റ്സ് ഒക്കെ വരുന്നൊരു ഫേസാണ് ഈ റിക്വയർമെൻറ്റ് അനാലിസിസിൽ തന്നെ. ക്രിയേറ്റ് എ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. അതായത് നമ്മുടെ ഈ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നൊരു SRS ഡോക്യുമെൻറ്റ്. അതിൽ മെയിൻലി ക്ലയൻറ്റിൻ്റെ ഈച്ച് ആൻഡ് എവറി റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും അത് ഡെവലപ്മെൻറ്റ് ഫേസിലേക്കൊക്കെ പോകുമ്പോൾ അവർക്കത് കുറച്ചുകൂടി ഈസിലി ആയിരിക്കും. ഐഡൻറ്റിഫൈ കൺസ്ട്രെയിൻറ്റ്, സിസ്റ്റം ഇൻ്റർഫേസ് ആൻഡ് പെർഫോമൻസ് നീഡിനും സിസ്റ്റം ഇൻ്റർഫേസിനും അതേപോലെ തന്നെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ സോഫ്റ്റ്വെയർ ഷുഡ് ഡു. എന്താണ് ആ സോഫ്റ്റ്വെയർ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് റിക്വയർമെൻറ്റ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി ചേഞ്ചസ് ഇൻ റിക്വയർമെൻറ്റ്സ് ലേറ്റർ ആർ ഡിഫിക്കൽട്ടീസ് ആൻഡ് കോസ്റ്റ്ലി. അതായത് നമ്മൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് അനാലിസിസ് ചെയ്ത് അത് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരു ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ്ലി ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള ഫേസസ് ഒക്കെ നമുക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, രണ്ടാമത്തേതാണ് സിസ്റ്റം ഡിസൈനിങ്. നമ്മുടെ ഈ സോഫ്റ്റ്വെയർ എൻജിനീയറിങ്ങിൻ്റെ ആ ഫേസസ് തന്നെയാണ് നമ്മുടെ വാട്ടർഫോൾ മോഡലിൻ്റെ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, നിങ്ങൾക്കത് ഫോളോ അപ്പ് ചെയ്താൽ പറ്റും. രണ്ടാമത്തെയാണ് സിസ്റ്റം ഡിസൈനിങ്. കൺവേർട്ട് റിക്വയർമെൻറ്റ്സ് ഇൻ ടു എ ഡീറ്റെയിൽഡ് സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ. അതായത് ആ റിക്വയർമെൻറ്റ്സിനെയൊക്കെ നമ്മളൊരു ഡിസൈൻ ഫോമിലേക്ക് മാറ്റുന്ന ഒരു ഫേസാണ് സിസ്റ്റം ഡിസൈനിങ്ങിൽ. ഡിഫൈൻ ആർക്കിടെക്ചർ, മൊഡ്യൂൾസ്, ഡാറ്റാബേസ് ഡിസൈൻ ആൻഡ് ഡാറ്റ ഫ്ലോ. അതായത് ഡയഗ്രാംസും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്പെസിഫൈ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് നെറ്റ്വർക്ക് റിക്വയർമെൻറ്റ്സ്, ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഫേസ് എഫിഷ്യൻ്റ്ലി. അതായത് ഒരു സിസ്റ്റത്തിനെ പ്ലാൻ ചെയ്യാനും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ ഈ ഫേസസിൽ നമുക്ക് പറ്റും. പ്രൊവൈഡ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ പ്രോഗ്രാമേഴ്സ് ആൻഡ് ടെസ്റ്റേഴ്സിനും പ്രോഗ്രാമേഴ്സിനും ഒരു ബ്ലൂ പ്രിൻറ്റ് പ്രൊവൈഡ് ചെയ്യും ഈ ഒരു സിസ്റ്റം ഡിസൈൻ വെച്ചിട്ട്. മൂന്നാമത്തെയാണ് ഇംപ്ലിമെൻറ്റേഷൻ, അതായത് കോഡിംഗ് ഫേസ് മെയിൻലി തന്നെ നമ്മുടെ ഈ റിക്വയർമെൻറ്റ് അനാലിസിസ് വെച്ചിട്ട് ആക്ച്വലായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്ത് തന്നെ ഒരു ഫേസാണ് ഈ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്, അതായത് കോഡിംഗ് ഫേസ്. ഡിവൈഡ് ദ സിസ്റ്റം ഇൻ ടു മൊഡ്യൂൾസ് ഫോർ ഈസിയർ കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. കോഡിങ്ങിനും ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ മൊഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. യൂസ് പ്രോഗ്രാമിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് നെയിമിംഗ് കൺവേർഷൻ. അതായത് ഒരു ഓർഡർലി ആയിട്ടായിരിക്കും അവർ കോഡ് ചെയ്യണേയും പ്രോഗ്രാം ചെയ്യണമൊക്കെ. പെർഫോം യൂണിറ്റ് ടെസ്റ്റിംഗ് ഓൺ ഇൻഡിവിജ്വൽ മോഡൽ. ഓരോ ഇൻഡിവിജ്വൽ മൊഡ്യൂളിലും യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യും. അതായത് എന്തെങ്കിലും ബഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എറർ ഫ്രീ ആക്കാൻ വേണ്ടി പറ്റും. ഫോക്കസ് ഈസ് ഓൺ കൺവേർട്ടിംഗ് ഡിസൈൻ ഇൻ ടു വർക്കിംഗ് സോഫ്റ്റ്വെയർ. ഒരു ഡിസൈനിങ്ങിനെ ഒരു വർക്കിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫേസാണ് നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ഓർ കോഡിംഗ് ഫേസ്. നാലാമത്തെയാണ് ഇൻ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ്. കമ്പൈൻ ഓൾ മൊഡ്യൂൾസ് ടു ഫോം ദ കംപ്ലീറ്റ് സിസ്റ്റം. അതായത് ഒരു കോഡ് ചെയ്തേക്കുന്ന ഒരു പ്രോഗ്രാമിനെ നമ്മൾ എല്ലാ മൊഡ്യൂൾസിനെയും കമ്പൈൻ ചെയ്ത് അതൊരു കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യും. കണ്ടക്ട് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ടെസ്റ്റിംഗ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ് ആൻഡ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ് ആയിട്ട് അവർ ടെസ്റ്റ് ചെയ്യും എന്തെങ്കിലും ബഗ്സ് ഉണ്ടോയെന്ന്. ദെൻ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, അതായത് ഓരോ മൊഡ്യൂൾസ് വൈസ് ടെസ്റ്റ് ചെയ്യും. സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യും. അക്സെപ്റ്റൻസി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടോ ആ സോഫ്റ്റ്വെയറിൽ നിന്ന് ചെക്ക് ചെയ്യുന്നതാണ് അക്സെപ്റ്റൻസി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡിറ്റക്ട് ആൻഡ് ഫിക്സ് എറേഴ്സ് ബിഫോർ ഡിപ്ലോയ്മെൻറ്റ്, അതായത് ഡിപ്ലോയ്മെൻറ്റിന് മുമ്പ് നമ്മൾ എററൊക്കെ ഓക്കെ അല്ലേ എന്ന് നോക്കും. എൻഷുർ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആൻഡ് എനേബിൾ കറക്റ്റ്നെസ്, കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കും. അടുത്ത ഫേസാണ് ഡിപ്ലോയ്മെൻറ്റ്. ഇൻസ്റ്റാൾ ആൻഡ് ഡെലിവർ ദ സോഫ്റ്റ്വെയർ ടു ദ യൂസർ ഓർ ക്ലയൻറ്റ് എൻവയോൺമെൻറ്റ്. ക്ലയൻറ്റ് എൻവയോൺമെൻറ്റിന് യൂസറിനോ നമ്മുടെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു ഫേസാണ് ഡിപ്ലോയ്മെൻറ്റ് ഫേസ്. ട്രെയിൻ യൂസർ ഈഫ് നെസസറി, യൂസറിന് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യണ്ടേന്നുള്ളൊരു ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. ചെക്ക് ഇഫ് ദ സോഫ്റ്റ്വെയർ വർക്ക്സ് കറക്റ്റ്ലി ഇൻ ദ ആക്ച്വൽ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ്, അതായത് അവരുടെ ആ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റിൽ ഈ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണില്ലെന്ന് നമ്മൾ ഈ ഡിപ്ലോയ്മെൻറ്റ് ഫേസിൽ നോക്കും. സോഫ്റ്റ്വെയർ ബിക്കേം ഓപ്പറേഷണൽ ആൻഡ് അവൈലബിൾ ഫോർ യൂസ്, അതായത് ആ സോഫ്റ്റ്വെയർ നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ അല്ലേന്ന് നോക്കുന്ന ഒരു ഫേസാണ് ഇംപ്ലിമെൻറ്റ്. മെയിൻലി ഡിപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റിന് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഫേസാണ് ഡിപ്ലോയ്മെൻറ്റ്. ലാസ്റ്റ് ഫേസാണ് മെയിൻ്റനൻസ് ഫേസ്. ഈ മെയിൻ്റനൻസ് ഫേസിൽ ഇപ്പോൾ ക്ലയൻറ്റ്സ് എന്തെങ്കിലും ഒരു എറേഴ്സോ ബഗ്സോ എന്തെങ്കിലും റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാനോ അതിനെ റിസോൾവ് ചെയ്യാനോ ഒക്കെ നമ്മൾ ഈ മെയിൻ്റനൻസ് ഫേസ് യൂസ് ചെയ്യും. അപ്ഡേറ്റ് ആൻഡ് ഇംപ്രൂവ് ദ സിസ്റ്റം ആസ് പെർ ദ ന്യൂ റിക്വയർമെൻറ്റ്, പുതിയ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അപ്ഡേറ്റ് ആക്കി വയ്ക്കാനും ഒക്കെ പറ്റും. ഒപ്റ്റിമൈസ് പെർഫോമൻസ് ആൻഡ് ആഡ് ന്യൂ ഫീച്ചേഴ്സ് ഈഫ് നീഡഡ്, എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ഫീച്ചേഴ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എൻഷുർ ലോങ് ടേം സോഫ്റ്റ്വെയർ റിലയബിൾ ആൻഡ് യൂസബിലിറ്റി, ലോങ് ടേം ആയിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിനെ റിലയബിൾ ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ പറ്റും. ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ്, കറക്റ്റീവ്, അഡാപ്റ്റീവ്, പെർഫെക്റ്റീവ്, പ്രിവെൻറ്റീവ്, അതായത് നമുക്ക് ഈ കറക്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും അതിനെ പെർഫെക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് മെയിൻ്റനൻസ് ഫേസിൽ കൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഐ ഹോപ്പ് യു ലേൺഡ്. ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.